അതിജീവനം മാത്രം ലക്ഷ്യമാക്കിയുള്ള വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ തരം താഴ്ന്ന മൂന്നാംകിട കളികളിലൂടെ അട്ടിമറിക്കാൻ ഭരണകൂടം കളത്തിലിറങ്ങിയിരിക്കുന്നത് പ്രബുദ്ധരായ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് കടുത്ത പോറലുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം സമരത്തിലെ സഭാ നേതൃത്വത്തോടും മത്സ്യത്തൊഴിലാളികളോടും സർക്കാർ കാട്ടുന്നത് അങ്ങേയറ്റം അനീതിയാണ്. അഴിമതിയിലും ധൂർത്തിലും സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിൻ്റെ അത്യന്തം നീചമായ ജനവിരുദ്ധ നിലപാടുകളെ അപലപിച്ചും അതിജീവനത്തിനു വേണ്ടി സമരം ചെയ്യുന്ന വിഴിഞ്ഞത്തെ സഹോദരങ്ങൾക്ക് ഐക്യവും പിന്തുണയും അർപ്പിച്ചുകൊണ്ടും ഈ ആഴ്ച ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ കലാപവും പോലീസ് സ്റ്റേഷൻ ആക്രമണവും നടത്തിയെന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ വാരത്തിലെ മാധ്യമ വൃത്താന്തങ്ങൾ ആരംഭിച്ചത്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, 4 ജീപ്പും 2 വാനും 20 ബൈക്കുകളും തകർത്തു, പിന്നെ വാഹനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു, 35 പോലീസുകാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു, അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും അടക്കമുള്ള ഉപകരണങ്ങളും AC-യും തകർത്തെറിഞ്ഞു. ഈ വാർത്തകളുടെ ശരിതെറ്റുകളെക്കുറിച്ച് ക്രൈസ്തവ വിരുദ്ധതയും ഭരണകൂട പ്രീണനവും മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടതായി തോന്നിയില്ല. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറത്ത് തെളിഞ്ഞു കാണുന്നത് അധികാരത്തിലേറാനും അട്ടിമറികൾ നടത്താനും കരിങ്കാലിപ്പണികളും കുതികാല് വെട്ടുകളും കലാപങ്ങളും തന്ത്രപൂർവമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇടത് കുതന്ത്രങ്ങളുടെ ആശാന്റെ അപലപനീയമായ കളികളാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി ലത്തീൻ സഭയിലെ വൈദികരുടെ നേതൃത്വത്തിൽ അങ്ങേയറ്റം സമാധാനപരമായി നടന്നു വന്ന സമരം തത്വദീക്ഷകൾക്കപ്പുറത്ത് അക്രമാസക്തമായെന്ന് പറഞ്ഞാൽ അത് ഉദ്യോഗജനകമായ വാർത്ത തന്നെയാണ്. ലത്തീൻ അതിരൂപതയിലെ വൈദികർ പ്രാർത്ഥനയോടും ആത്മസംയമനത്തോടും കൂടെ നേതൃത്വം കൊടുത്ത ഈ പ്രതിഷേധ സമരം അതിൻ്റെ സമസ്ത നിയന്ത്രണങ്ങളും വിട്ട് അക്രമാസക്തമായ നിലയിലേക്ക് പോകില്ല എന്ന കാര്യം 100% ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഭവിച്ചത് എന്താണ്? വിഴിഞ്ഞത്ത് നടന്ന സംഭവത്തിലെ ദൃക്സാക്ഷിയും അക്രമത്തിൽ പരിക്കേറ്റ വ്യക്തിയുമായ വിഴിഞ്ഞം ഇടവക KLCA വൈസ് പ്രസിഡന്റ് അജിത സാവിയോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. 4 മണിയോട് കൂടിയാണ് ഞാൻ സെൽട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ, അതെന്റെ ബ്രദർ കൂടിയാണ്. പുള്ളിക്കാരൻ KLCയുടെ തന്നെ വിഴിഞ്ഞം പ്രസിഡന്റ് ആണ്. അപ്പൊ ഞങ്ങൾ സഹപ്രവർത്തകരാണ്. അതുകൂടാതെ എന്റെ ബ്രദർ കൂടിയാണ് ചേട്ടൻ. നമ്മൾ കുഞ്ഞുപ്രായം മുതൽ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുള്ളവരാ. അപ്പോ 4 മണിക്കാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ ഞങ്ങൾ മേടയിൽ പോയായിരുന്നു. മേടയിൽ പോയപ്പോ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു. പക്ഷെ എവിടെ കൊണ്ടുപോയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഓരോ വിവരങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഷാഡോ പോലീസാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത്. ട്രിവാൻഡ്രത്തെ ഏതോ ഒരു സ്റ്റേഷൻ ഏതാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞോ? എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലും പുള്ളിക്കാരന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇടവകയുടെ തന്നെ ഒരു 4 കമ്മിറ്റി അംഗങ്ങളും അച്ഛനും കൂടി മൊത്തം ഒരു 6 പേരങ്ങാണ്ട് 4 or 6 പേര് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ഫോൺ കോൾസ് ഒക്കെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി അവരെ എന്തോ ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ 2 മണിയോട് കൂടി സെൽട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി. പുള്ളിക്കാരൻ എവിടെയൊന്നും വിവരമില്ല. അതിനുശേഷം 4 മണിക്ക് ശേഷം ഇവിടെ ഇടവകയിൽ നിന്ന് പോയ ആൾക്കാരെയും അവരുടെ ഒരു വിവരം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ സ്ത്രീ സമൂഹമാണ് സ്ത്രീകളുടെ തന്നെ ഒരു കൂട്ടായ്മ ഏകോപിപ്പിച്ചു കൊണ്ടിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയത്. ശനിയാഴ്ച പകൽ 10 മണി വരെ സമരപ്പന്തലിൽ ചെലവഴിച്ച സെൽട്ടൻ എന്ന യുവാവ് തൻ്റെ വള്ളം കടലിൽ മറിഞ്ഞു എന്നതറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നാട്ടിലെ ജനപ്രതിനിധിയോടൊപ്പം പരാതി പറയാൻ എത്തിയതാണ്. യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. അതന്വേഷിച്ചെത്തിയ തൻ്റെ ഇടവക പള്ളി കമ്മിറ്റി അംഗങ്ങളിൽ 4 പേരെയും
കാരണമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതറിഞ്ഞെത്തിയ ഇടവക അംഗങ്ങളായ സെൽട്ടൻ്റെ ഭാര്യയും സഹോദരിയും അടക്കമുള്ള സ്ത്രീകൾക്ക് നേരെ ഓട്ടോറിക്ഷയിലെത്തിയ 4 യുവാക്കളും തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ചിലരും കല്ലുകൾ വലിച്ചെറിഞ്ഞു. തുടർന്നുണ്ടായ കല്ലേറിലും പോലീസിൻ്റെ ലാത്തിചാർജിലും പരിക്കേറ്റ് 125ഓളം മത്സ്യത്തൊഴിലാളികൾ പരിക്കേറ്റ് ചികിത്സയിലായി. അതിൽ തന്നെ പലരുടെയും തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ആകട്ടെ കാക്കിയിട്ട ചില ആഭാസന്മാർ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യങ്ങൾ പറയുകയും അവരിൽ ചിലരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. 500ഓളം മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റുവെന്നാണ് മോൺസിഞ്ഞോർ യൂജിൻ പെരാര പറയുന്നത്. തിരിച്ചടിയിൽ 35 പോലീസുകാർക്കും പരിക്കേറ്റു. അതിലൊരു പോലീസുകാരൻ്റെ കാലിന് കല്ലുകൊണ്ട് ഗുരുതരമായ പരിക്കുമുണ്ടായി. അങ്ങേയറ്റം അപലപനീയമായ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ലത്തീൻ വൈദികരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മുതുകത്തേക്ക് വെച്ചുകൊണ്ട് കേരളത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വിചാരണ തുടങ്ങി. എല്ലാം തങ്ങളുടെ ഒക്കത്തായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിണറായിയുടെ കിരാതമായ ഭരണകൂടം പടച്ചുവിടുന്ന മനുഷ്യത്വരഹിതമായ കരിങ്കാലി പണികൾ മറനീക്കി പുറത്തു വരുന്നത്. 4 കമ്മിറ്റിക്കാർ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ അവരെ കൊണ്ടുപോയി, 4 പേരെയും കൊണ്ടുപോയി. ഇവരെ എവിടെയെന്ന് പറഞ്ഞിട്ട് അച്ഛന്മാരെ വിളിച്ചു വെച്ചപ്പോൾ ഒരിടത്ത് ഇല്ലെന്ന്. അപ്പം ഞങ്ങൾ ഇവരെ എവിടെ അന്വേഷിക്കും? അവർക്ക് ഭാര്യമാർ കുട്ടികളില്ലേ? അവർ കിടന്ന് നിലവിളിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചിട്ട് പോയതുകൊണ്ട്. അങ്ങനെ പോയ ഞങ്ങൾക്കാണ് ശിക്ഷ അവർ ഗവൺമെൻറ് തന്നത്. എന്നിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചേൽപ്പിക്കുന്നത്. ഞങ്ങൾ സാറ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇവിടെ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ പോയി അവനെ കാണാനില്ല. 4 പേര് പോയി അവരെ കാണാനില്ല. ഞങ്ങൾ 50 പെണ്ണുങ്ങൾ പോയെങ്കിൽ ഞങ്ങൾ 50 പെണ്ണുങ്ങളെ കാണാൻ പറ്റൂലായിരുന്നു. ഞങ്ങൾ തറയിൽ ഇരുന്നതേ ഉള്ളൂ സാറേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്തെറിയണു സാറേ കല്ല്. പോലീസ് ടെറസിന്റെ മുകളിൽ നിന്നിട്ട് എടുത്തെറിയുന്നു. എന്നിട്ട് മേളിൽ നിന്ന് അപ്പുറത്തൊരു ഷെഡുണ്ട്. ആ ഷെഡിന്റെ മേളിൽ നിന്നാണ് കല്ലുകൾ. കുറച്ച് സമയം ഞങ്ങൾ നിശബ്ദമായിട്ടാണ് അവിടെ നിന്നത്. മേളിൽ നിന്നാണ് കല്ലൊക്കെ എടുത്തറിയുന്നത്. സാറേ ഇവിടെ ഈ ഞങ്ങളുടെ ഈ സ്റ്റേഷനിൽ ഈ ബസ്സുകൾ കുറച്ച് ഞങ്ങളുടെ പിള്ളേരല്ല, വേറെ ഈ ജാതിയുള്ള പിള്ളേരാണ്. മാസ്ക് വെച്ചിട്ടാണ് അവന്മാരെന്നത്. എന്നിട്ട് ഞങ്ങളുടെ ജപമാല എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. കണ്ണീർ വാതകമെല്ലാം ഒഴിച്ച് ഞങ്ങളുടെ സ്ത്രീകളെല്ലാം താഴെ വീണ് ഒന്നിന്റെ പുറത്തൂടെ ഒന്നും ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലായിരുന്നു. അതാ സാറേ എല്ലാം മുളക് പൊടിയും ചില്ല് കഷ്ണങ്ങളും സാറേ. കണ്ണൊക്കെ പുകഞ്ഞ് ഒന്നും ചെയ്യാൻ വയ്യ. കണ്ണ് പുകഞ്ഞപ്പോഴാണ് ലാത്തിയായിട്ട് അടിക്കുന്നത്. പെണ്ണുങ്ങൾ അടിച്ചെങ്കിൽ വേണ്ടിയില്ലല്ലോ സാറേ, ആണുങ്ങളാണ് ഷൂ വിട്ട് ചവിട്ടിയത് ഞങ്ങള്. പോലീസിന്റെ യൂണിഫോമിന് വിലയുണ്ട്, ഞങ്ങളുടെ വൈദികൻ എന്ത് വിലയില്ലാത്തത്? തൊടാൻ പാടില്ല. ഞങ്ങളുടെ വൈദികനാണ് സാറേ, അത് ഞങ്ങളുടെ പിതാവാണ്. അയാൾ അവസാനം കൈ കുമ്പിട്ട് എന്റെ മക്കളെ ഉപദ്രവിക്കരുതെന്ന് കൈ കുമ്പിട്ടപ്പോഴാണ് അവൻ പറയുന്നത്, നീ ഇവിടത്തെ മറ്റാനോടാ, നീയാണ് ഇതിനെല്ലാം ആളെന്ന് പറഞ്ഞ് എന്റെ പാത്രന്റെ ലോബയോടെ കയറി പിടിച്ചിട്ട് അടിക്കുന്നു സാറേ. ഞാൻ കൺമുമ്പിൽ നോക്കി നിൽക്കുന്നു സാറേ. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തിന് ബദലായി തുറമുഖം അനുകൂലികളെന്നും സമീപവാസികളെന്നുമുള്ള വ്യാജേന പുറത്തു നിന്നുള്ള ചിലർ വന്ന് വിഴിഞ്ഞത്ത് തമ്പടിച്ച് ജനങ്ങളെ കല്ലെറിഞ്ഞും സ്ത്രീകളെ അസഭ്യം പറഞ്ഞുമാണ് മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിച്ചതെന്ന് പകലുപോലെ വ്യക്തമാണ്. അവരുടെ അവിശുദ്ധ ബാന്ധവത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവരുടെ തോന്യാസത്തെ പോലീസ് കയ്യും കെട്ടി നോക്കി നിന്ന് കണ്ടു. കാലങ്ങളായി ഇടതുപക്ഷം ക്രൈസ്തവരോട് കാട്ടിവരുന്ന അക്ഷന്തവ്യമായ വൈരാഗ്യ ബോധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ സ്ഥലത്തില്ലാതിരുന്ന ലത്തീൻ അതിരൂപതയുടെ വലിയ പിതാവിനെ 1-ാം പ്രതിയാക്കി, കൊച്ചുപിതാവിനെയും മറ്റു വൈദികരെയും കൂട്ടുപ്രതികളാക്കിയും വധശ്രമത്തിന് കേസുകളെടുത്തു. ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ പോലീസും പോർട്ടനുകൂലികൾ ചമഞ്ഞ് നടക്കുന്നവരും ചേർന്ന് നടത്തിയ ആസൂത്രിത നീക്കം അത് തന്നെയായിരുന്നു ഈ ആക്രമണമെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പോലീസുകാരൻ്റെ മകൻ കൂടിയായ ഒരു വൈദികൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. ഞങ്ങളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് തന്നെ അങ്ങനെ ഒരു പ്ലാനോട് കൂടി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങൾ പോയി സംസാരിക്കുക, അതിനുശേഷം ഞാൻ വരാമെന്ന് കമ്മീഷണർ പറയുന്നത് തന്നെ ഞങ്ങളെ എങ്കിലും അവിടെ എത്തിക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആൾക്കാരുടെ കല്ലേറ് കൊണ്ടല്ല.
മുഖംമൂടി വെച്ചുകൊണ്ട് വന്നിട്ട് കല്ലേറ് പോലീസ് സ്റ്റേഷൻ നടത്തി. അതിനുശേഷമാണ് പോലീസ് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഒരു വെൽ പ്ലാൻഡായിരുന്നു ഈ കാര്യങ്ങൾ എങ്ങനെയും ചെയ്യണം. എനിക്ക് വേറെ ഒന്ന്, നമ്മുടെ ഈ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് 8-ൻ്റെ മീഡിയ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലീസ് എങ്ങനെയാണ് ഒരു വീഡിയോ കൊണ്ട് ഒരു മീഡിയ മാത്രം മുകളിൽ നിർത്തി അവർ ഇത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്? അപ്പോൾ അവർ നേരത്തെ എല്ലാം പ്ലാൻഡാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്തിരിക്കുന്ന CCTV പോലീസ് അടിച്ചു പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം അവർ ആസൂത്രണമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു വെൽ പ്ലാൻഡ് കളിയായിരുന്നു. ഞങ്ങളുടെ ആൾക്കാർ അറിയാം, അതിൽ പെട്ടുപോയി, ഞങ്ങളുടെ ആൾക്കാർ അതിലൂടെ പരിക്കേറ്റു എന്ന് ഞാൻ പറയാൻ പറ്റും. തിന്മയുടെ മൂർത്തിഭാവങ്ങളായ ശക്തികളുടെ കരിങ്കാലിപ്പണികൾ അവിടെ തീർന്നിരുന്നില്ല. തിങ്കളാഴ്ച കോടതിയിൽ കേസ് വരുമ്പോഴും രൂക്ഷമായ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയായിരുന്നു അവർ പദ്ധതിയൊരുക്കിയത്. എന്നാൽ ദാർശനിക ബോധ്യമുള്ള വൈദികർ സമയോചിതമായി പ്രവർത്തിച്ചതിനാൽ അതൊന്നും ഫലപ്രാപ്തിയിൽ വന്നില്ല. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധിയായി ജയിച്ച് തുറമുഖ വകുപ്പ് മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ ഇരിക്കുന്ന കസേരയുടെ നിലവാരം പോലും ഓർക്കാതെ അങ്ങേയറ്റം വർഗീയത പരത്തുന്ന വാക്കുകളുമായി ക്രൈസ്തവ സമൂഹത്തെ നോക്കി പരിഹസിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, പോലീസിന് നേരെ കയ്യേറ്റം നടത്തുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഞങ്ങളല്ലാത്ത മറ്റു മത വിഭാഗക്കാരുടെ വീടുകൾ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, തികച്ചും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും ഉണ്ടാക്കാൻ അനുവദിക്കാൻ കഴിയില്ല. മുൻപും വർഗീയത ധ്വനിപ്പിക്കുന്ന പരാമർശങ്ങൾ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യക്തിയാണ് ഇയാൾ. പണിയെടുക്കാനും അന്തിയുറങ്ങാനുമുള്ള സാഹചര്യങ്ങൾ മാത്രം തേടി സമരം ചെയ്യുന്ന പാവങ്ങൾ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു, തങ്ങളുടെ മതത്തിൽപ്പെടാത്ത അന്യമതക്കാരുടെ വീടുകൾ ആക്രമിച്ചു എന്ന് ഒരു മുസ്ലിം മന്ത്രി പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റെ നൈസർഗികമായ ഇതര മതവിരുദ്ധ ചിന്തകൾ അടിസ്ഥാനമില്ലാതെ തട്ടിവിട്ട മന്ത്രി അയാൾ നടത്തിയത് ഗുരുതരമായ തെറ്റു തന്നെയാണ്. ഇയാൾ ലക്ഷ്യമിട്ടത് ഹിന്ദു ക്രിസ്ത്യൻ മതസ്പർദ്ധയും കലാപവുമായിരുന്നില്ല എന്ന് വേണം സംശയിക്കാൻ. വൈകുന്നേരം മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിൽ ചർച്ചയിൽ തുറമുഖ മന്ത്രിയുടെ വർഗീയതയുടെ മുഖം തുറന്നു കാട്ടി കോൺഗ്രസ് യുവ നേതാവ് BHM ഷഫീർ. ഷാനിയും CPM ചോദിക്കും, അവിടെ നടന്ന അക്രമത്തെ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പോലീസിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണല്ലോ സഭയുൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ എൻക്വയറിയാണ് ആവശ്യമെങ്കിൽ പ്രഖ്യാപിക്കണം. ഇനി അവരെ നിന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് CBI എൻക്വയറി വേണോ? പ്രഖ്യാപിക്കണം. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അദാനിയുടെ ആളുകൾ ചമഞ്ഞുകൊണ്ട് BJPയും CPMഉം ഒന്നിച്ചു ചേർന്നു. ആനാവൂർ നാഗപ്പനും BJPയുടെ ജില്ലാ പ്രസിഡന്റും കൂടി അവിടെ പ്രതിരോധ മതിൽ തീർത്തത് മുതൽ തുടങ്ങിയതല്ലേ പ്രശ്നം? ഇന്ത്യൻസിന്റെ പരാജയമല്ലേ? ഗവൺമെന്റ് ബാധ്യതയില്ലേ? മുഖ്യമന്ത്രി വായ തുറക്കണ്ടേ? പാക്കേജ് കൊടുക്കണ്ടേ? അടി ചോദിക്കുക മതിയോ? എന്നിട്ടോ ഷാനി ചോദിച്ചതുപോലെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയ ആളുകളെ ഒരു പെറ്റി കേസ് പോലും കൊടുക്കാതെ 24 മണിക്കൂറിന് ശേഷം വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾക്കെതിരെ കേസില്ല എന്ന് പറയുന്നു. എന്ത് ന്യായമാണിത്? എന്നിട്ടോ ഈ ഗവൺമെന്റിലെ മന്ത്രി ദേവർകോവിൽ തുറമുഖ വകുപ്പ് മന്ത്രിയാ. അയാൾ വേറൊരു കള്ളം കൂടി പറഞ്ഞു. അന്യ മതക്കാരുടെ വീടുകൾ കല്ലെറിയുന്നത് തെറ്റ്. ഇവിടെ ഏതെങ്കിലും മറ്റു മതക്കാരുടെ വീടുകൾ കല്ലെറിഞ്ഞതായിട്ട് ആരോപണമുണ്ടോ? മറ്റു മതക്കാരെ ഉപദ്രവിച്ചതായിട്ട് ആരോപണമുണ്ടോ? അപ്പൊ വർഗീയ കലാപം ഉണ്ടാക്കുക. വർഗീയ കലാപത്തിലൂടെ ഇതെന്തായാലും ഇവരുടെ വോട്ട് കിട്ടത്തില്ല, മറ്റുള്ളവരെങ്കിലും പിടിക്കുക. ഈ സമീപനം ശരിയാണോ? ഈ സമീപനം ശരിയാണോ? മന്ത്രി ഇതാ ഇന്ന് KT ജലീലിന്റെ പ്രസ്താവന പുറത്തു വന്നു, ബിഷപ്പ് നിയമത്തിന് കീഴടങ്ങുക. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 22 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബിഷപ്പ് അവിടെ ബിഷപ്പ് ഹൗസിലാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ പിതാവിനെതിരെ കേസെടുക്കാൻ ഗൂഢാലോചന കുറ്റം 120B നടക്കുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്രട്ടേറിയറ്റും രാജ്ഭവനും വളയുമ്പോ ഇവിടുത്തെ പ്രവർത്തകർ അതിക്രമം കാണിച്ചാൽ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരിക്കെതിരെ കേസെടുക്കോ? AKG സെന്ററിൽ ഒന്നും അറിയാതിരിക്കുന്ന നിങ്ങളുടെ യെച്ചൂരി സഖാവിനെതിരെ ഗൂഢാലോചന കേസെടുത്താൽ നിങ്ങൾ സമ്മതിക്കോ? ഒരു മര്യാദ വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്. CPM പ്രതിനിധിയായി ഇതേ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് വിഴിഞ്ഞം സമരത്തിലെ കോടികളുടെ വിദേശ പണത്തിന്റെ ഇന്റലിജൻസ് കണക്ക് പറയാൻ ശ്രമിച്ച SK സജീഷ് ചർച്ച നയിച്ച ഷാനി പ്രഭാകറിന്റെ മൂർച്ചയുള്ള കൗണ്ടറുകളുടെ മുമ്പിലിരുന്ന് ബബ്ബടിക്കുന്ന കാഴ്ച അത് കാണേണ്ടത് തന്നെയായിരുന്നു.
ഒടുവിൽ ഇയാൾ ആകുന്നത്ര ബഹളമുണ്ടാക്കി ഉത്തരം മുട്ടുന്നവൻ്റെ കൊഞ്ഞനം കുത്തൽ നടത്തിയാണ് തൃപ്തനായത്. തുറമുഖ മന്ത്രിയുടെ വിവാദ പ്രസ്താവനയുടെ അലയൊലികൾ ശമിക്കുന്നതിന് മുമ്പേ വിഴിഞ്ഞത്ത് നടന്ന സെമിനാറിൽ സമരക്കാരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചുകൊണ്ട് മത്സ്യബന്ധന മന്ത്രി അബ്ദുറഹ്മാൻ അടുത്ത വിവാദത്തിന് തിരികൊളുത്തുകയുണ്ടായി. ഒരാഴ്ചയെങ്കിലും നിർത്തിവെച്ച് പഠനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് സമരമല്ല, ഇത് സമരത്തിന് പകരമുള്ള മറ്റെന്തോ ആണ് എന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലിനെ തടസ്സപ്പെടുത്തുന്ന രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു രാജ്യത്തിന് ആവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റമായി കാണേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ അനുവദിക്കില്ല എന്നൊക്കെ തള്ളിയ അബ്ദുറഹ്മാൻ തന്ത്രപൂർവം അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് നിർവൃതി കൊള്ളുകയാണ്. അബ്ദുറഹ്മാന്റെ പരാമർശത്തിൽ കുപിതരായ തിയോഡോഷ്യസ് അച്ഛൻ താൻ നടത്തിയ പരാമർശത്തിൽ പിശക് പറ്റി എന്ന് ബോധ്യപ്പെട്ട് തൻ്റെ പരാമർശം പിൻവലിച്ച് തൻ്റെ മാന്യത ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടും കലിപ്പടങ്ങാത്ത അബ്ദുറഹ്മാനും മുഹമ്മദ് റിയാസും മറ്റ് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും തിയോ അച്ഛനെതിരെയും ക്രൈസ്തവ സംഹിതകൾക്കെതിരെയും അസഹിഷ്ണുത നിറഞ്ഞ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തിയോ അച്ഛനെ ഇവരാരും ഓർക്കുന്നുണ്ടാകില്ല. എന്നാൽ ഓർക്കുന്ന ചിലർ ഇവിടെ ഉണ്ട്. മഹാപ്രളയകാലത്ത് ഒരു രക്ഷകനെ പോലെ അവതരിച്ച അദ്ദേഹത്തെക്കുറിച്ച് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന വാസുകി പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടെ കേൾക്കുക. എനിക്കൊന്നും പിടികിട്ടില്ല, എന്താ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലെ. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത, ഒരു ഫീലിംഗ് ആണ്, ഒരു ഹെൽപ്ലെസ്നെസ് ആണ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫാദർ തിയോഡീസിന് വിളി വന്നിരുന്നു, മാഡം എത്ര മത്സ്യത്തൊഴിലാളികൾ വേണമെങ്കിലും പറയൂ, എത്ര വള്ളങ്ങൾ വേണമെങ്കിലും പറയൂ, ഞങ്ങൾ പോവാമെന്ന് പറയൂ. ആ ഒരു വാക്ക് ഒരു ജില്ലാ കളക്ടറായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് എനിക്ക് എത്രമാത്രം ആശ്വാസം കൊടുത്തു എന്ന് വാക്കുകളാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്കും നന്ദിയുണ്ട്. ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഒത്തിരി ധൈര്യം കൊടുത്തു. നന്ദി പറയണമെങ്കിൽ കൈകൂപ്പി നന്ദി പറയും. അപ്പോ കേരള ജനത പ്രളയത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ തങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാതെ വികാരിയച്ഛൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യരെ രക്ഷിക്കാൻ മുമ്പൊരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത തെക്കൻ കേരളത്തിലെ സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ വള്ളങ്ങളുമായി അവർ ഇറങ്ങിത്തിരിച്ചത്. കളക്ടർ വാസുകി ദൈവത്തെ പോലെ എന്ന വണ്ണം വിശേഷിപ്പിച്ച ആ ഫാദറാണ് ഈ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ്. ക്രൈസ്തവ സമൂഹത്തിനെതിരെ സംസാരിക്കാൻ ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും അതൊട്ടും പാഴാക്കാതെ വർഗീയ പരാമർശങ്ങൾ നടത്തി ആത്മനിർവൃതി കൊള്ളുന്ന, വർഗീയ ചിന്തകൾ പേറുന്ന പഴയ സിമി പ്രവർത്തകനായ KT ജലീൽ വിഴിഞ്ഞം സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അബ്ദുറഹ്മാനെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവർക്കും കത്തോലിക്ക വൈദികർക്കുമെതിരെ അറപ്പുളവാക്കുന്ന തരം വർഗീയ പരാമർശങ്ങളുമായി ഫേസ്ബുക്കിൽ തൻ്റെ പോസ്റ്റ് നാട്ടി. വൈദികരെ കൃസംഗികളെന്ന് വിശേഷിപ്പിച്ചാണ് ജലീൽ പോസ്റ്റ് ഇട്ടത്. സംഘപരിവാറുകാരെല്ലാം ഇവിടെ ജലീലിൻ്റെ CPM-മായി കൈകോർത്ത് പിടിച്ചാണ് വിഴിഞ്ഞത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ സമരം ചെയ്യുന്നത് എന്ന് ഈ മഹാന് അത്രയ്ക്കങ്ങോട്ട് വ്യക്തമായിട്ടില്ല. മന്ത്രിക്കുപ്പായമിട്ട് വിലസിയ കാലത്ത് ആകുന്നത്ര രീതിയിൽ ക്രൈസ്തവരെ ദ്രോഹിച്ച മലപ്പുറത്തെ മഹാനായ ജലീലിന് ലോകായുക്തയുടെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് ആപ്പീസ് പൂട്ടേണ്ടി വന്ന സാഹചര്യം കേരള ജനത മറന്നിട്ടില്ല. UAE കോൺസുലേറ്റിലെ അവിശുദ്ധ കളികളും
ഖുറാൻ കടത്തും മലദ്വാർ സ്വർണ്ണക്കടത്തുമൊക്കെ പഴയ സിമിക്കാരനായ അബ്ദുൾ ജലീലിന് രാജ്യത്തോടുള്ള സ്നേഹം തുളുമ്പുന്ന പ്രവൃത്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ കിടപ്പാടവും തൊഴിലും നഷ്ടപ്പെടുന്നവരുടെ ആർത്തലയ്ക്കുന്ന നൊമ്പരങ്ങളെ ഈ മാന്യന് രാജ്യവിരുദ്ധ പ്രവൃത്തിയായിട്ട് തോന്നിയത്. തന്നെയുമല്ല, ആ പ്രക്ഷോഭങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് എക്കാലത്തും ജലീലിനെ പോലെയുള്ള വർഗീയവാദികൾക്ക് ചൊരുക്കുളവാക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരാണല്ലോ. അതുകൊണ്ടാണ് ലോഹയിട്ടവരുടെ വർഗീയതയെന്ന് ജലീൽ വിലപിച്ചത്. അടുത്ത ദിവസം കേരളത്തിലെ ഒരു പത്രങ്ങൾക്കും കിട്ടാത്ത വാർത്ത CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് കിട്ടി. വിഴിഞ്ഞം സംഘർഷത്തിൽ നിരോധിത സംഘടനയുടെ പ്രവർത്തകരും തീവ്ര ഇടത് മതമൗലികവാദികളും വൈദികന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്രേ. വിഴിഞ്ഞം തുറമുഖ അട്ടിമറി ഗൂഢാലോചനയ്ക്ക് പിന്നിൽ 9-അംഗ സംഘമെന്ന് പരാമർശിച്ച് അവരുടെ ഫോട്ടോ സഹിതമാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. യൂജിൻ അച്ഛനെയാണ് ഇവർ തീവ്രവാദ സംഘ നേതാവായി ചിത്രീകരിച്ചത്. ദേശാഭിമാനി കാട്ടിയ 9 പേർക്കൊപ്പം തീവ്രവാദികളും ചേർന്നാണ് തുറമുഖ നിർമ്മാണം അട്ടിമറിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ പൊളിക്കാൻ നടത്തുന്ന ഹീനമായ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഭരണകൂടവും CPMുമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത് തന്നെയാണ് കോഴിക്കോട് നിന്നുകൊണ്ട് പാർട്ടി വക്താവും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ P. മോഹനനും പറഞ്ഞത്. ഇന്റലിജൻസ് കൃത്യമായി അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന. അന്താരാഷ്ട്ര തലമെന്ന് ഞാൻ പറയുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്ന് പോലും അവർക്ക് പിൻബലവും സഹായവും പ്രേരണയുമെല്ലാം ഉണ്ട് എന്ന സൂചനകളാണ് വരുന്നത്. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്ന് ദേശാഭിമാനി ആരോപിക്കുന്ന 9 പേരിൽ ഒരാളായ വിഴിഞ്ഞത്തെ പരിസ്ഥിതി പ്രവർത്തകൻ വിജയൻ മന്ത്രിയായ ആന്റണി രാജുവിൻ്റെ സഹോദരനാണ്. പോർട്ട് അട്ടിമറിക്കാൻ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ചെങ്കിൽ അതിന് കേരളത്തിൽ അറിയപ്പെടുന്ന വൈദിക ശ്രേഷ്ഠനായ യൂജിൻ അച്ഛൻ നേതൃത്വം കൊടുത്തുവെങ്കിൽ അവരെ ആ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ദേശാഭിമാനി പൊക്കി കാണിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് സത്യമാണെങ്കിൽ അതിന് തെളിവും കാണുമല്ലോ. പിന്നെന്താ അടുത്ത നടപടികളിലേക്ക് കടക്കാത്തത്? അതോ വിഴിഞ്ഞത്തൂടെ ഒരു ഗതിയുമില്ലാതെ തേരാപ്പാര നടക്കുന്ന സഖാക്കളോ മിത്രങ്ങളോ ഒക്കെയാണോ ഈ പറഞ്ഞ ഇന്റലിജൻസ്? തങ്ങളുടെ തലമുറകൾക്ക് സമാധാനപരമായി ജീവിക്കാൻ എന്തു വന്നാലും പിന്നോട്ടില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ മനോവീര്യം ഏത് വിധേനയും തകർക്കാനുള്ള ഏറ്റവും ഹീനമായ അധികാര ദുർവിനിയോഗമാണ് CPM ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നാണം കെട്ട 4-അംഗ നമ്പറുകളാണ് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് വിഴിഞ്ഞം പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥ R. നിശാന്തിനിയുടെ ഈ വാക്കുകൾ. തീവ്ര സ്വഭാവമുള്ള ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ പോലീസ്? നിലവിൽ നമുക്ക് അങ്ങനെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. ഈ NIA കൂടി ഇതിനകത്തേക്ക് വരുമ്പോൾ NIA ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു അത് ശരിയല്ല. എൻ്റെ മീറ്റിംഗിൽ NIA ഇല്ലായിരുന്നു. ഒരു തീവ്രവാദ ബന്ധവുമില്ലെന്ന് നിശാന്തിനി പറഞ്ഞപ്പോൾ ADGP അജിത് കുമാർ പറഞ്ഞത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അകമ്പൊരുൾ തേടി മനോരമ ന്യൂസ് ചർച്ച നടത്തിയപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ച് അവതാരക ഷാനി ചോദ്യമറിഞ്ഞപ്പോൾ പാനലിലിരുന്ന് CPMന്റെ വക്താവ് KN ഗോപിനാഥ് ശരിക്കും വെള്ളം കുടിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയോ എന്ന് എനിക്കറിയില്ലെന്ന് പോലും ഗോപിനാഥ് പറയുകയുണ്ടായി. ചർച്ചയിലിരുന്ന് അദ്ദേഹം കുഴഞ്ഞു മറിഞ്ഞു. തീവ്രവാദ ബന്ധത്തിനുള്ള കൃത്യമായ മറുപടി മനോരമ നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് വക്താവ് പഴകുളം മധു വ്യക്തമായി പറയുകയുണ്ടായി. ദേശാഭിമാനി പത്രമാണ് ഇത് സംബന്ധിച്ച് ഇന്ന് 9 പേരുടെ ചിത്രങ്ങളടക്കം ഒരു തീവ്രവാദ ബന്ധത്തിന് സൂചന നൽകിയിട്ടുള്ളത്.
ഏത് സർക്കാർ വിരുദ്ധ സമരങ്ങളെയും തീവ്രവാദ ദേശവിരുദ്ധ സമരങ്ങൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന CPM-ന്റെ നിലപാടിനെ സംബന്ധിച്ചാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊന്ന്, ഇവിടെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇവരുടെ നിലപാട് എന്താണ് ഈ കർഷക സമരം ഉയർത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തീരദേശവാസികളുടെ സമരത്തിന് പിന്നിലുള്ള ആവശ്യം എന്താണ്? ആ ആവശ്യം തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടാണെങ്കിൽ ഇത് പറയേണ്ടത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണോ? ഇത് പറയേണ്ടത് CPM-ന്റെ ഈ സമരത്തെ എതിർക്കുന്ന ആനാവൂർ നാഗപ്പനോ മോഹൻ മാസ്റ്ററാണോ? ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയില്ലേ? അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടില്ലേ? ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇത്ര തീവ്രവാദികൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിഴിഞ്ഞത്ത് തമ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റലിജൻസും ഇവരുടെ പോലീസും എവിടെ പോയിരുന്നു? ഇവർക്ക് എന്തായിരുന്നു ജോലി? മുഖ്യമന്ത്രി പറയട്ടെ തന്റെ ഇടത്തോടു കൂടി. ഈ സംഭവത്തിൽ തീവ്രവാദികൾ ഉണ്ട്, നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരുടെ ഫിനാൻസിംഗ് ഉണ്ട്, ഫണ്ട് ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ BJPക്കോ ഇവർ രണ്ടും ചേർന്നുള്ള കൂട്ടുകെട്ടിനോ ഒരു ധാരണയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, സോളിഡ് എവിഡൻസുമായി, സോളിഡ് പ്രൂഫുമായി ജനമധ്യത്തിൽ വന്ന് ഈ സമരത്തിലെ തീവ്രവാദികളെ തുറന്നു കാണിക്കാനുള്ള ആർജവമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. അദ്ദേഹം നിർഭാഗ്യവശാൽ പുറത്തു വരുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. ഈ വാക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് കേരളത്തിലെ പോലീസിനല്ല, മറിച്ച് CPM-നാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. പിണറായിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്തെ പെരുവെള്ളത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ച കേരള സൈന്യമായ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലും പാർപ്പിടവും ഉറപ്പാക്കാൻ വിധിക്കപ്പെട്ട സർക്കാർ തന്നെ അവരെ വേട്ടയാടി രക്ഷിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കെ ബാബു തുറമുഖ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമനായ അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഉരുത്തിരിഞ്ഞത്. കേരളത്തിലെ അധികാര രാഷ്ട്രീയം കൈയാളാൻ 2 പതിറ്റാണ്ടുകളോളം നീണ്ട തയ്യാറെടുപ്പുകളുടെ ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് നേരെ പ്രയോഗിക്കാൻ സോളാർ കേസിനൊപ്പം പിണറായിക്ക് കിട്ടിയ മറ്റൊരു തുറുപ്പ് ചീട്ടായിരുന്നു വിഴിഞ്ഞം അഴിമതി. പാർട്ടി പത്രങ്ങളും സൈബർ വിങ്ങുകളും വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടി അദാനിക്കൊപ്പം ആസൂത്രണം ചെയ്യുന്നത് കോടികളുടെ തീവട്ടിക്കൊള്ളയാണെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് സമരക്കാരെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ച അതേ ദേശാഭിമാനി പത്രത്തിൽ 2016 ഏപ്രിൽ 25-ന് സചിത്രമായ വാർത്തകൾ നൽകിയത്. അന്ന് കൃത്യമായ വിശകലനങ്ങളോടെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന വിഷമതകളെ കൃത്യമായി തന്നെ ചിത്രങ്ങളടക്കം വാർത്തയാക്കി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ജനവിരുദ്ധതകളെ തുറന്നു കാട്ടിയ ദേശാഭിമാനി ഇന്ന് CPM-ന്റെ ഹീനമായ കളികൾക്ക് മറുപടിക്കാനായി സമരക്കാരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയും അവരുടെ മുകളിലേക്ക് ഭാരിച്ച നുകം വെച്ചു കൊടുക്കുകയും ചെയ്യുക. അന്നവർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വീഴ്ത്തിയ മുതലക്കണ്ണീരിലും വാദഗതികളിലും വിശ്വസിച്ച് LDF-നെ അധികാരത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികളുടെ നേരെ ഇന്നവർ കാട്ടുന്ന കിരാതമായ നടപടികൾ അവസാനിപ്പിച്ച് അവരുടെ ആവലാതികൾ അനുഭാവപൂർവം പരിഗണിച്ചില്ലെങ്കിൽ വിഴിഞ്ഞം ഒരു കുരുതിക്കളമാക്കി മാറ്റുന്ന തരം നടപടികളായിരിക്കും അത്. പിണറായിയുടെ സർക്കാരിൻ്റെ ഈ നടപടികളെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ ഭരണകൂട ഭീകരത തന്നെയായി ചരിത്രം അത് അടയാളപ്പെടുത്തും. തരപ്പടിക്കാരുടെ കൂടെയേ കൂട്ടുകൂടാവൂ എന്ന് പണ്ട് കാരണവന്മാർ പറയാറുണ്ട്. പാലോറമാത എന്ന കർഷക സ്ത്രീ തൻ്റെ പശുക്കിടാവിനെ വിറ്റ് കിട്ടിയ പണം AKGയുടെ കൈവശം കൊടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മൂലധനം. അവിടെ നിന്നും പാർട്ടി വളർന്ന് ഇന്ന് അദാനിയുടെയും അംബാനിയുടെയും നിലവാരത്തിലെത്തി. അപ്പോൾ പിന്നെ പാവപ്പെട്ട തൊഴിലാളികളുമായി ഇനി കൂട്ടുകൂടുന്നതെങ്ങനെ? അവർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതെങ്ങനെ? പിണറായി വിജയനെയും കൂട്ടരെയും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുറ്റം പറയാൻ സാധിക്കുമോ? അന്നന്നത്തെ ആഹാരത്തിനും നിലനിൽപ്പിനും വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കും തിരുവനന്തപുരം അതിരൂപതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച
ഇതേ ദിവസം ഇതേ സമയം.